നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനിന്റെ മുന്നിൽ ഷൈനിയും 11 വയസ്സുള്ള മകൾ അലീനയും 10 വയസ്സുള്ള മകൾ ഇവാനയും കണ്ണുകളടച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു. അവർക്ക് ജീവിച്ചു മതിയായിരുന്നില്ല. പക്ഷെ ജീവിക്കുവാൻ വേണ്ടിയുള്ള സകലമാന പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തരണം ചെയ്യുവാൻ സാധിക്കാത്ത പ്രതിസന്ധികളിലൂടെയുള്ള ജീവിതയാത്ര അവസാനിപ്പിക്കുവാൻ തന്നെ ഷൈനി തീരുമാനിച്ചു. 3 കുട്ടികളിൽ 2 കുട്ടികളും മാതാവും യാത്രയായി. ക്രൈസ്തവ സഭകളിൽ 6 കുട്ടികൾ വരെ ആയാൽ അവർക്ക് നിരവധി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ആഡംബര കാറിൽ കുളിരും കൊണ്ട് ഒഴുകി നടക്കുന്ന മെത്രാന്മാർ ഷൈനിയുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയില്ല. ഒരു ജോലിക്കായി ചെന്നപ്പോൾ 1 വർഷം സൗജന്യമായി പണിയെടുത്താൽ പിന്നീട് ജോലി കൊടുക്കാമെന്ന് സഭ അധികൃതർ ഷൈനിയോട് പറഞ്ഞു. ഈ 1 വർഷക്കാലം ആ അമ്മയും കുട്ടികളും വായു ഭക്ഷിക്കുമോ? ഇവരാണ് തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയയും വിളിച്ച് ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നത്. കാരിത്താസ് ആശുപത്രിയിൽ ജോലി നഷ്ടപ്പെടുത്തിയതും ഒരു വൈദികൻ തന്നെയാണ്. സഭയിലെ പലർക്കും കിടന്നുകൊടുക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഷൈനി ചെയ്ത മറ്റൊരു തെറ്റ്. പള്ള നിറയെ വീഞ്ഞുമടിച്ച് ചിക്കനും കടിച്ചു പറിച്ച് സർവ്വസുഖങ്ങളോടും കൂടി വാഴുന്ന മതപണ്ഡിതർക്ക് വിശപ്പിന്റെ വേദന അറിയില്ല. 2017 ശ്രീ ജോസഫ് പുരിക്കുന്നേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സഭകൾ ഭരിക്കേണ്ടത് അച്ഛന്മാരല്ല, വിശ്വാസികളുടെ കൂട്ടായ്മകൾ ആയിരിക്കണമെന്ന്. അന്നത് ഒരു ബധിര കർണങ്ങളിലും വീണില്ല. അദ്ദേഹം പറഞ്ഞത് നടപ്പിലായിരുന്നുവെങ്കിൽ ഈ വിശുദ്ധ മാതാവും 2 തങ്കക്കുടങ്ങളും ചതഞ്ഞറിഞ്ഞ് മരിച്ചു പോകില്ലായിരുന്നു. ഇനിയും അച്ഛ, കൊച്ചച്ച എന്ന് വിളിച്ച് തലയും കുരിച്ച് കയ്യും മുത്തി നടക്കണം. സ്വർഗരാജ്യത്തിങ്കലേക്ക് വിളിക്കപ്പെട്ട 3 മഹത്വങ്ങളെയും നമുക്ക് വാഴ്ത്താം എന്ന് വൈദികൻ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ ആമേൻ കൊടുക്കണം. നൊന്ത് പ്രസവിച്ച തൻ്റെ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഇരുട്ടത്ത് മരണത്തെ മുഖാമുഖം കണ്ട് റെയിൽവേ പാലത്തിൽ നിൽക്കേണ്ടി വന്ന പാവം ഹതഭാഗ്യയെ ഒരു സ്ത്രീയായിട്ടെങ്കിലും വിശ്വാസികൾ പരിഗണിക്കണം. പ്രതികരിക്കാതിരുന്നാൽ സ്വർഗം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാറ്റിനും ഓശാരം നിന്നു കൊടുക്കുകയും ഒരിക്കലും ചൂടളക്കാൻ വയ്യാത്ത നരകാഗ്നിയെ പറ്റിയുള്ള ഭയവും വെറും കെട്ടുകഥകളാണെന്ന് തിരിച്ചറിഞ്ഞ് സഭാ നേതൃത്വത്തിന്റെ അപജയങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വിശ്വാസികൾ ഇനിയെങ്കിലും തയ്യാറാകണം. കാലാകാലങ്ങളായി ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് പുരോഹിത നേതൃത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിദേശത്തു നിന്നും വരുന്ന കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. എന്നിട്ട് കുട്ടികളുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞാൽ അതിന് ഒരു അന്തസ്സുണ്ട്. ഇതുപോലെ ദുരന്തങ്ങൾ ആവർത്തിക്കാതെ തടയാൻ കഴിയും. ഇത്തരം കാര്യത്തിലേക്കൊന്നും ഈശോ മിശിഹായെ വലിച്ചിറക്കരുത്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെ 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രതികരിച്ച് കുരിശിലേറ്റപ്പെട്ടതാണ്.